പുകഴ്ചയും എല്ലാ ഉയർച്ചയും അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങളോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ആദരിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവജനത്തോടൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രതികരിക്കുന്ന ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസൻ ഈ സഭയെ വളരെ ശക്തമായി നയിക്കുന്ന ദൈവനിയോഗത്താൽ നടത്തുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സാങ്കുട്ടി പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദീർഘവർഷങ്ങളായിട്ട് ഏറ്റവും അടുത്തറിയാം. അല്ലെങ്കിൽ ഒരു വ്യത്യസ്തനായി വളരെ താഴ്മയും വിനയവും വളരെ ആത്മനിയോഗവും വളരെ ചിട്ടയോടുകൂടെ ജീവിതം നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവൃത്യൻ തന്നോട് കൂടെ ചില ദിവസങ്ങൾ പാർത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആഴമായി എൻ്റെ ചിന്ത ജീവിതത്തിൽ ഒരുപാട് ഒരു ദൈവദാസന്മാർക്ക് പകർത്താൻ കഴിയുന്ന അനുഭവങ്ങളുള്ള ഒരു ദൈവവൃത്യൻ കുടുംബം, പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയും സ്നേഹവും ഒക്കെ അനുഭവിപ്പാൻ ലഭിക്കപ്പെട്ട അവസരം, ഇവിടെയുള്ള പല കുടുംബങ്ങളോട് ഒരുമിച്ചായിരുന്നതായ പ്രത്യേക നിമിഷങ്ങൾ, കോൺഫറൻസ് കഴിഞ്ഞ് യാത്ര ചെയ്ത നിമിഷം മുതൽ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു ബ്രദറ്, പ്രിയ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് മാനേജിങ് കൗൺസിലിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രിയ കുഞ്ഞച്ചൻ സാറിൻ്റെ മകൻ പ്രിയ ടൈറ്റസ് ഉൾപ്പെടെ പ്രത്യേകിച്ച് പ്രിയ അജിത് പാസ്റ്ററേയും കുടുംബത്തെ ഓർക്കുന്നു. ഫേബയെ ഓർപ്പിച്ചതുപോലെ ഫേബയുടെ രണ്ടാമത്തെ മോൾ ജുവാനയുടെ പ്രായമുള്ളപ്പോഴാണ് ഞാൻ ഫേബയെ ആദ്യം കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആ സ്നേഹവും ബന്ധവും, അതുപോലെ തന്നെ അജിത്ത് പാസ്റ്ററുടെ പിതാവുമായിട്ടുള്ള ബന്ധം, ഞങ്ങൾ ഒരുമിച്ചൊക്കെ സൺഡേ സ്കൂളിൽ ദീർഘവർഷം ഫേബയുടെ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടം, ഇതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നവരോടൊക്കെ ഒരുമിച്ച് ഈ നാട്ടിൽ വെച്ചുള്ള കൂട്ടായ്മ, അങ്ങനെ വിവിധ നിലകളിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ, പ്രിയ സൈമച്ചാനെ കുടുംബം, ജോയൽ ഹല്ലേലൂയ ഒരു ദിവസം എൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. ഇന്നത്തെ കാലത്ത് ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. പല രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെയൊന്നും കുഞ്ഞുങ്ങളെ നമ്മുടെ അടുക്ക കിട്ടാത്തൊരു കാലമാണ്. അവർ നമ്മളുമായി അല്പസമയം പോലും ചെലവഴിക്കാൻ താല്പര്യപ്പെടാത്ത കാലമാണ്. ആ സമയത്തൊക്കെ ജോയൽ ഒരു ഡേ എൻ്റെ കൂടെ ചെലവഴിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പാസ്റ്ററുടെ മകൻ എത്ര ആഴമായിട്ടാണ് അടുത്തിടപെടുന്നത്. ഹല്ലേലൂയ, എങ്ങോട്ടെങ്കിലും പോയാൽ പറയും കാര്യങ്ങളൊക്കെ വളരെ അടുത്തിടപെടുന്ന കുഞ്ഞുങ്ങൾ. എനിക്ക് ഏറ്റവും സന്തോഷം ഈ കർത്താവിൻ്റെ കൃപയാലൂടെയുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു വരുന്ന ഉടനെ ഒരു പ്രൈസലോടൊക്കെ തന്നിട്ടാണ് കയറുന്നത്. കർത്താവ് നിങ്ങളിലൂടെയൊക്കെ വലിയവ ചെയ്യട്ടെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞത്, എനിക്ക് ഈ തലമുറയെ ചിലതിനെ എഴുന്നേൽപ്പിക്കാനുണ്ട്. അതാണ് ഈ ലെവലിൽ എനിക്കൊരു ദൂത് തന്നത്. തലമുറകളെ തൊടുന്നൊരു ദൂതാണ്. ഞാൻ എത്രയൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കാതെ, ഏതോ ഈ സഭയ്ക്കകത്ത് തലമുറകളിലൂടെയൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് പേരൻസ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആകണം എന്നാണ് ഇന്ന് പകലും പറയുന്നത്. ഇത് തന്നെ കയറി വരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു സൈന്യത്തെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ചെയ്യാത്ത ചില ഫീൽഡിൽ നിന്റെ തലമുറയെ കൊണ്ട് നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകലിൽ വീണ്ടും ദൂത് പറയുക. നിങ്ങൾ എവിടെ കൊണ്ട് നിർത്തുന്നോ അവിടുന്ന് തുടങ്ങുന്ന ഒരു തലമുറയാണ് നിൻ്റെ വീട്ടിലുള്ളത്. ആ നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഇന്ന് പകലിൽ ഹല്ലേലൂയ, എനിക്കറിയാം എൻ്റെ മുമ്പിലുള്ള സമയം ഹല്ലേലൂയ ഞാൻ ആ നിലയിൽ ഉപയോഗിക്കാം. ദൈവത്തിന് സ്തോത്രം. ചിലരെ ഈ പകലിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ ഒരുക്കുന്നൊരു പകലായിരിക്കും ഈ പകൽ. ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് വിരോധമായിട്ടിരിക്കുന്ന ചില മൂടുപടങ്ങളെ ഹല്ലേലൂയ സ്വർഗം ഈ പകലിൽ ഉടയ്ക്കുന്നത് ആത്മാവിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തരെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കടന്നു വന്ന ഭവനങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് കുടുംബങ്ങളെയൊക്കെ ഞാൻ വളരെ ഓർക്കുന്നു. ദൈവം ഹല്ലേലൂയ ധന്യമായ അനുഗ്രഹിക്കട്ടെ. പ്രിയ ജിനുബ്രദറിൻ്റെ ഭവനം ഹല്ലേലൂയ മമ്മിയുമായിട്ടൊക്കെ ഉള്ളപ്പം ദീർഘവർഷത്തെ ബന്ധമാണ്. പ്രിയ ബൈച്ചാൻ്റെ ഭവനത്തിലെ പ്രിയ കുടുംബങ്ങളൊക്കെ വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിപ്പാനിടയായി. ഹല്ലേലൂയ, എല്ലാ കൂട്ടായ്മയിലും നിരന്തരം കണ്ട ഒരാളാണ് പ്രിയ ബൈച്ചാൻ. എല്ലാ കൂട്ടായ്മയിലും എല്ലാ സെക്ഷനിലും തൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ നിന്നാലുണ്ടല്ലോ, കർത്താവ് കൂടെ നിൽക്കും. കർത്താവിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ, തിരക്കിൻ്റെ നടുവിൽ, ഡ്യൂട്ടിയുടെ നടുവിൽ,
സമയമൊക്കെ കണ്ടെത്തി ഓടിയെത്തി ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങൾ ഇച്ചൂടെ ഉത്സാഹിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു 26 ചില ദൈവപ്രവൃത്തി കാണാൻ സഭയെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. വളരെ പരിചിതമായൊരു വാക്യമാണ്. 116 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യമാണ്. വളരെ പരിചിതമായൊരു വാക്യമാണ്. ആമേൻ. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു. ഹല്ലേലൂയ. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. അടുത്ത പദം, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ദൈവസന്നിലോട്ട് ചെല്ലുക. സാധാരണയായിട്ട് നമ്മൾ എവിടെ ചെന്നാലും ആദ്യം നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ എന്നെ പാസ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി പാസ്റ്റർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ആ ഒരു പരിചയപ്പെടുത്തലാണ് ഈ വാക്യം. എവിടാ പരിചയപ്പെടുത്തുന്നേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാ പരിചയപ്പെടുത്തുന്നേ. ഇപ്പം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ന്യായമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡുണ്ട്. ആരുടെയെങ്കിലും അടുക്കൽ ചെല്ലുമ്പോൾ അവരറിയുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്നാളാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ, ഒരു പഞ്ചായത്ത് മെമ്പറോ ഏതെങ്കിലും തലത്തിൽ അറിയപ്പെടുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലെ അറിയപ്പെടുന്ന ആളെ പറഞ്ഞിട്ട് പറയും അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ, ഇന്നാളാണെന്ന് പറയും. പിന്നെ ചിലർ ഞങ്ങളുടെ വീട്ടിലും ഇന്ന് അറിയപ്പെടുന്നവരുണ്ടെന്ന് പറയാനായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ അറിയപ്പെടുന്നവരെ പറഞ്ഞെന്ന് വരാം. പക്ഷേ ഇവിടെ അതിനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇവൻ്റെ അപ്പൻ ആരാന്നറിയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതായത് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞില്ലല്ലോ. 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഹല്ലേലൂയ, ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു നല്ല ശതമാനം പേരുണ്ട്. എന്നാൽ വേദപണ്ഡിതാക്കന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് മറ്റൊരു രാജാവാണ് എഴുതിയത്. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവാണ് എഴുതിയതെന്ന്. ഞാനും ആ പക്ഷത്താണ് നിൽക്കുന്നത്. കാരണം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അങ്ങനെ ഒരു വെളിപ്പാട് എനിക്ക് കിട്ടി. അതിന് 2 കാര്യം. ഒന്ന് ഈ വാക്യവും, മറ്റൊന്ന് മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഈ വാക്യങ്ങളൂടെ വായിക്കുമ്പോൾ ഒരു പക്ഷേ യെഹെസ്കേയാവായിരിക്കാം. അതിന് പ്രധാനമായിട്ട് ഈ വാക്യമാണ്, ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസിയുടെ മകൻ എന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ രാജ്യത്തെ രാജാവാണ്, മഹാരാജാവാണ്. ആഹാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനിയും പോട്ടെ, പരിചയപ്പെടുത്താൻ വല്ല കുഴപ്പമുണ്ടോ? രാജ്യത്തെ മഹാരാജാവിൻ്റെ സന്തതിയാന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അത് ഭൂമിയിൽ ഒരിടത്താ ചെന്നതെങ്കിൽ പുള്ളിക്ക് ധൈര്യമായിട്ട് പറയാമായിരുന്നു ഇത് മഹാരാജാവിൻ്റെ. പക്ഷേ ഇപ്പൊ ചെന്നിരിക്കുന്നത് എവിടാ? ദൈവസന്നിധിയിലാ. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഭൂമിയിൽ അറിയപ്പെടുന്ന പലരെയും അവിടെ അറിയപ്പെടണമെന്നില്ല. ഭൂമിയിൽ അറിയപ്പെടാത്തത് കൊണ്ട് അവിടെ അറിയപ്പെടാതെ പോകുമെന്ന് വിചാരിക്കണ്ട. ഗ്ലോറി ശബലഘടകച്ചസി. ഞാനൊരാലോചന നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. അതേ, നാം അധികം താമസിക്കാതെ അറിയാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പലരും ഇവിടെ അറിയപ്പെടും, പക്ഷേ അവിടെ അറിയപ്പെടാൻ സാധ്യത കുറവാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഈ കുഞ്ഞിൻ്റെ ഒരു വെളിപ്പാടാണ് എന്നെ ചലിപ്പിച്ചത്, മറ്റൊന്നുമല്ല. വെളിപ്പാടിന് കാര്യം, ഹല്ലേലൂയ, എല്ലാവർക്കും എൻ്റെ അപ്പനെ അറിയാം. പക്ഷേ നാട്ടിലാരും എൻ്റെ അമ്മയെ അറിയുന്നില്ലെങ്കിലും, ഹല്ലേലൂയ, എൻ്റെ അമ്മയെ അറിയുന്ന ഒരു സ്വർഗ
മാർഗമുണ്ടെന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്റെ ദാസനാകുന്നു. ഒരുപക്ഷെ ഈ ചെറുപ്പത്തിന്റെ ലൈഫിൽ നിനക്ക് എന്നെ അറിയത്തില്ലെങ്കിലും നീ അറിയുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്. നീ അറിയുന്ന ഒരാൾ എൻ്റെ, ഇതാ ഒരു ഡെലിവറൻസ്. ഒരു വ്യക്തിയുടെ വിടുതൽ എന്താന്ന് ചോദിച്ചാൽ നാട്ടുകാരറിയുന്ന ഒരാൾ വീട്ടിലുണ്ടോ എന്നുള്ളതല്ല, കഴിവുള്ള ഒരാൾ വീട്ടിലുണ്ടോ എന്നുള്ളതല്ല, ധനമുള്ള ഒരാൾ വീട്ടിലുണ്ടോ എന്നുള്ളതല്ല, ദൈവം അറിയുന്ന ഒരാൾ. ദൈവം അറിയുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ വീടിനെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഹല്ലേലൂയ, പലയിടത്തും നടക്കാത്ത വിടുതൽ, ഗ്ലോറി, പല തലമുറയിലും നടക്കാത്ത വിടുതൽ, ഗ്ലോറി നിന്റെ വീട്ടിൽ നടക്കും. ഒരാഗ്രഹമകത്ത് കയറട്ടെ, കർത്താവേ ആരും എന്നെ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, ഹല്ലേലൂയ, നീ അറിയുന്ന ഒരാളായി ജീവിപ്പാൻ കൃപ തരണേ. ഹല്ലേലൂയ. 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് കർത്താവിന്റെ തിരുമേശയും പങ്കെടുത്ത് തിരുവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കണം. ആരും അറിഞ്ഞില്ലേലും വേണ്ടിയില്ല, നീ അറിയുന്ന ഒരാളായി യുകെയിൽ ജീവിക്കാം. അതുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പം അവര് മുട്ടുമ്പോ അകത്തുനിന്ന് കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ എൻ്റെ നാമത്തിലൊക്കെ പലതും ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ ഗൗരവമുള്ള സാധനമാണ്. അല്ലല്ലോ എന്ന് ദൈവം അറിയുന്ന ഒരാളായി ജീവിക്കാൻ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. പലരും ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അടുക്കള ത്രൂ ആണ് ഇവരുടെ പല ബന്ധങ്ങളും. കാരണം ഇവർ പലതും സാധിക്കുന്നത് അടുക്കള ത്രൂ ആണ്, അല്ലെങ്കിൽ ഈ അമ്മയിലൂടെയാണ്. അത് എളുപ്പമാണ് ആൺപിള്ളേർക്ക്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ചെറുക്കനായിരിക്കും ഇവനെന്നാ വിചാരിച്ച, അമ്മയെ സോപ്പിട്ട് നിൽക്കുന്നവനാന്നാ വിചാരിച്ച. അല്ല, പരിശുദ്ധാത്മാവ് ധൂലിക എടുത്തു. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ഹല്ലേലൂയ, അതേ 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, 2 ദിനവൃത്താന്തം 29 കടന്നു വരുമ്പോൾ അവിടെയും ഇങ്ങനെയാണ് പറയുന്നത്. യെഹെസ്കേയാവ് ഹല്ലേലൂയ 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി, 29 സംവത്സരം അവൻ യെരൂശലേമിൽ വാണു. അടുത്ത പദം, അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് നോക്കിക്കേ. പരിശുദ്ധാത്മാവൻ തൂലിക എടുത്തപ്പോൾ മറന്നില്ല ആരെ? അമ്മയെ മറന്നില്ല. അപ്പം ഹല്ലേലൂയ, കൊച്ചു ചെറുക്കൻ്റെ പറ്റുമാനമല്ല, എവിടെയോ ദൈവം അറിയുന്ന ചില വിടുതലുകൾ, ദൈവം അറിയുന്ന ചില ഗുണനിലവാരങ്ങൾ ഹല്ലേലൂയ അബിയായുടെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ അടുത്ത പദം വായിക്കണം. ഹല്ലേലൂയ. അതല്ല, ഞാൻ അങ്ങോട്ട് വരികയല്ല. ഞാൻ ഹല്ലേലൂയ, സങ്കീർത്തനത്തിന് 2 ഭാഗമാണുള്ളത്. 2-ാം ഭാഗത്ത് പറയുന്നു, നീ എൻ്റെ ബന്ധനങ്ങൾ. എന്തായിരിക്കാം ഈ ബന്ധനം? ബന്ധനം എന്ന് കേട്ടാൽ നമുക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്. അതൊന്നുമല്ല ഈ സാധനം. ഹല്ലേലൂയ, ബന്ധനം. തലമുറയുടെ മേൽ ശത്രു ഇടാൻ സാധ്യതയുള്ള ബന്ധനം ഏതാ? ആ ബന്ധനം എങ്ങനെ നമുക്ക് അഴിക്കാൻ കഴിയും? അതാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ തലമുറയുടെ മേൽ വന്ന ബന്ധനം? ഹല്ലേലൂയ. ദൈവസഭയുടെ മേൽ വരുന്ന ബന്ധനം ഏതാണ്? ദൈവസഭയിലെ ജനത്തിൻ്റെ മേൽ വരുന്ന ബന്ധനം ഏതാണ്? അതെവിടെ നമുക്ക് എങ്ങനെ അഴിക്കാൻ കഴിയും? ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവജനത്തിന് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതേ നമ്മുടെ മേലുള്ള ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. ഇസ്രായേൽ മിസ്രൈമിൽ അടിമത്തത്തിൽ പാർക്കുമ്പോൾ മോശെ അവരുടെ നടുവിലേക്ക് അയക്കുമ്പോൾ മോശയോട് പറഞ്ഞൊരു ദൂതുണ്ട്, നീ നിസ്സാരമായി ജനത്തെ വിടുവിച്ചോണ്ട് വരും, പക്ഷേ ഞാനൊരു പാക്കേജ് തരിക. എന്താ പാക്കേജ് എന്നറിയാമോ? ഞാൻ നിന്റെ കൂടെ
ഒറ്റ പാക്കേജേ ഉള്ളൂ. നീ മിസ്രൈമിനെ നോക്കണ്ട, ഫറവോനെ നോക്കണ്ട, അവിടുത്തെ ശത്രുവിനെ നോക്കണ്ട, ജാതീയ ദേവന്മാരെ നോക്കണ്ട, അവിടുത്തെ വെല്ലുവിളിയെ നോക്കണ്ട. ഒറ്റ പാക്കേജ് ഞാൻ നിനക്ക് തരിക. ഞാൻ നിന്റെ അങ്ങോട്ട് അതിനുള്ള അടയാളമായിട്ട് കൊടുത്തത് അവൻ്റെ വടി നിലത്തിട്ടത് പാമ്പായി തീർന്നു. അതെടുത്തുകൊണ്ട് അവൻ പോകുമ്പോൾ ആ വടി അവനോട് പറയുന്നത്, നിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ മിസ്രൈമിലെത്തി. അവിടെ തൊട്ട് ആരംഭിക്കുമ്പോൾ അവന്റെ കഴിവല്ല, ദൈവ സാന്നിധ്യമാണ് അവനോട് കൂടെ നിൽക്കുന്നത്. മോശെ അനുഭവിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ഞാൻ അവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല. ചെങ്കടലിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക, മരുഭൂമിയിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക. ചെങ്കടലിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ചെങ്കടൽ രണ്ടായി. മരുഭൂമിയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ രാവിലെ മന്ന, വൈകിട്ട് കാടപ്പക്ഷി. ഹല്ലേലൂയ. മാറയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ മാറയിലെ ഹല്ലേലൂയ വെള്ളം മധുരമായി മാറി എന്ന് വേണ്ട ദൈവ സാന്നിധ്യം. അതുകൊണ്ടാണ് ഇവർ ഈ സാന്നിധ്യത്തിന്റെ നടുവിലാ പോകുന്നത്. ഈ സാന്നിധ്യത്തിന്റെ നടുവിൽ പെർ ഡേ 5 അത്ഭുതം കാണുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മേളിൽ മേഘസ്തംഭം. അതാണ് പറയുന്നത്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് വിടിവിക്കാൻ മേഘസ്തംഭം. മാത്രമല്ല, ഹല്ലേലൂയ, അല്പം കൂടെ നോക്കിയാൽ അവരിട്ട വസ്ത്രം എന്ത് ചെയ്തില്ല. ഹല്ലേലൂയ. ചെരുപ്പിലേക്ക് നോക്കിയാൽ അത് എന്ത് ചെയ്തില്ല. അല്പൂടെ നോക്കിയാൽ മഞ്ഞിനകത്ത് മന്ന. ഹല്ലേലൂയ. ഏറ്റവും കുറഞ്ഞ 5 അത്ഭുതം പെർ ഡേ തലമുറ സഹിതം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ മീതെ ഒരു സാന്നിധ്യം. അവരുടെ കഴിവ് കൊണ്ടല്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുകയാണ്, തങ്ങളുടെ ഭുജം കൊണ്ടല്ലല്ലോ അവർ വിടുതൽ പ്രാപിച്ചത്. അവരുടെ മുമ്പിൽ നിന്ന ജാതീയ രാജാക്കന്മാരെ തോൽപ്പിച്ചത് അവരുടെ ശക്തി കൊണ്ടല്ല. ഒരു പശു പുല്ല് കപ്പുന്നത് പോലെ ഈ ജനം കപ്പി കയറി വരിക. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം. ഈ ജനം ബലഹീനരാ. അതിന് ഉദാഹരണമാണ് മിസ്രൈമിൽ അവരെ പീഡിപ്പിക്കുമ്പോൾ, അവരെ ഉപദ്രവിച്ചിട്ട് അവരെയും കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കിക്കുമ്പോൾ, നീ എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് ചോദിക്കാനുള്ള മനോവീര്യം ഇല്ല. പക്ഷേ താണ്ട് ഇപ്പോൾ വരുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, ചെങ്കടൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയും, യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്? ഹല്ലേലൂയ. കുന്നുകളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും, ഹല്ലേലൂയ പർവ്വതങ്ങളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും, ഹല്ലേലൂയ തുള്ളുന്നതെന്ത്? പ്രകൃതിക്ക് ചേഞ്ച് വരുന്നു, ശക്തന്മാർ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. യുകെയിൽ നിന്നെ നടത്തുന്നത് നിന്റെ കഴിവല്ല, നിന്റെ പ്രാപ്തിയല്ല, നീ വഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. സഭയ്ക്ക് ആവശ്യം ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ സാന്നിധ്യത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ നടത്തിയത് ദൈവമാണ്, ഇസ്രായേലിനെ നയിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. സീഹോനും ഓഗുമൊക്കെ പരാജയപ്പെട്ടു. അതുകൊണ്ട് ജാതീയ രാജാക്കന്മാർ അവർക്കൊരു മറുപടി കൊടുത്തു. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഹല്ലേലൂയ അതേ ദൈവത്തിന് സ്തോത്രം, ഒരു വ്യക്തി അവരോട് പറയുകയാണ്. എന്താ പ്രതിനിധിയായിട്ട്? ഹല്ലേലൂയ രാഘാവാണ് പറയുന്നത്. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് രാഘാവ് പറഞ്ഞു, നിങ്ങൾ അങ്ങ് വരുന്നെന്ന് കേട്ടപ്പോഴേ ഞങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തു? ഉരുകിപ്പോയി. ഭയം. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വയ്യ, ഞങ്ങൾ കഴിച്ചാൽ അകത്തിയല്ല, ദഹിച്ചു പോകുക. കാരണം എന്താ? നിങ്ങൾ വരുന്നു, നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയം. ഇന്നോ നമ്മുടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ഭയങ്ങൾ കിടക്കുക. നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോവുക. അല്ല ദൈവമക്കളെ, നമ്മുടെ മേൽ, നമ്മുടെ ഒന്നാം തലമുറ മേൽ, നമ്മുടെ മേലില്ലാത്തൊറ്റ സാധനമേ ഉള്ളായിരുന്നു,
ഭയം എന്ന് പറഞ്ഞാൽ നമുക്കില്ലായിരുന്നു. കാരണം നമ്മുടെ മേലൊരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭയമില്ല. ഇന്ന് പകൽ ഭയം എവിടെയെങ്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ സ്ഥാനത്തേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം. ഇന്ന് പകല് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ചില ഭയത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകും. ശത്രു ഭയപ്പെടട്ടെ, നിന്നെ ഓർത്ത് മറ്റുള്ളവർ ഭയപ്പെടട്ടെ. നീ എന്തിനാ പലരെ ഓർത്ത് ഭയപ്പെടുന്നത്? പലതിനെയും ഓർത്ത് നീ എന്തിനാ ഭയപ്പെടുന്നത്? ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്നു ആ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ സ്വന്തം രാജ്യത്തേക്ക് കയറുന്നത്. അവിടെയാണ് ആത്മാധിപത്യം, ദൈവാധിപത്യം. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്ത് ജാതികളെ പോലാകരുത്. നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്ന ആരാ? എൻ്റെ ഭുജമാ. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ഭുജമാ. പക്ഷെ അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ സൂക്ഷിച്ചോണം. ഇതുവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. 3 പദം അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് എഴുതി വെച്ചോണം. അല്ലെങ്കിൽ 1 മറക്കരുത്, 2 ഓർക്കണം, 3 സൂക്ഷിക്കണം. എല്ലാവരും അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ എഴുതിയില്ലെങ്കിലും ഹൃദയത്തിൽ എഴുതിക്കോണം. ഈ സാധനം വലിയ അപകടകരമായ സാധനമാണ്. 3 എണ്ണം എന്തൊക്കെയാ? മറക്കരുത്. എന്ത് മറക്കരുത്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. ഇപ്പോൾ വായിക്കേണ്ട. അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇറങ്ങിയതൊന്നുമല്ല കാര്യം. നിങ്ങൾ വന്ന് സ്വന്തമായി നിങ്ങൾ മുന്തിരിത്തോട്ടമുണ്ടാക്കി വീടുണ്ടാക്കി നിങ്ങൾ പാർക്കുമ്പോൾ 3 കാര്യം ഓർത്തോണം. 1, മറക്കരുത്. എന്ത് മറക്കരുത്? കഴിഞ്ഞ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് മറക്കരുത്. ഹല്ലേലൂയ. നിനക്കെതിരെ ശത്രു വാടകോരിയപ്പം, നിന്റെ തലമുറയോട് പോരാടിയപ്പം, നിന്റെ വീടിനോട് പോരാടിയപ്പം, നീ ഇവിടെ എത്തരുതെന്ന് വിലയിട്ടപ്പം, നിന്റെ ജീവിതത്തിനെതിരെ ശത്രു എഴുന്നേറ്റപ്പോൾ എന്റെ ദൈവം തന്റെ കരം നീട്ടിയത് മറക്കരുത്. ദൈവപ്രവൃത്തി മറക്കരുത്. സിസ്റ്റർ, ദൈവപ്രവൃത്തി മറക്കരുത്. അച്ഛാ, ദൈവപ്രവൃത്തി മറക്കരുത്. ഹല്ലേലൂയ. യുകെയിലെത്തി, വീട് കിട്ടി, നന്മ കിട്ടി, തലമുറയെ കിട്ടി, ദൈവകൃപ കിട്ടി. പക്ഷേ ആത്മാവി പകലിൽ പറയുന്നു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവരോട് പറഞ്ഞ 2-ാമത്തെ സാധനം, നീ ഓർക്കണം. ആരെ ഓർക്കണം? നിന്നെ കൊണ്ടുവന്ന ദൈവത്തെ ഓർക്കണം. കൊണ്ടുവന്നവരെ മറന്നാലും വേണ്ടിയില്ല. ആരെ മറക്കരുത്? ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കരുത്. രാവിലെ എഴുന്നേൽക്ക് ഓർക്കണം. വണ്ടിയെ കയറുമ്പോൾ ഓർക്കണം. സ്റ്റിയറിംഗെ പിടിക്കുമ്പോൾ ഓർക്കണം. ജോലി സ്ഥലത്ത് കയറുമ്പോൾ ഓർക്കണം. മറക്കരുത്. ഇത് നിന്റെ വിടുതല. ഇതാണ് നിന്റെ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ഓർക്കണം, ഓർക്കണം. 3-ാമത്തെ പദം. ഈ 3 പദം നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ പിശാച് നമ്മളെ തോൽപ്പിക്കുകയില്ല. ജയം വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. 3-ാമത്തെ പദം സൂക്ഷിക്കണം. സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു അപകടമുള്ള സാധനം. നമ്മൾ കേട്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ട്രാൻസ്ഫോമറൊക്കെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ 2 അസ്ഥി വരച്ചിട്ട് അതിൻ്റെ പുറകെ ഒരു തലോട്ടിയും വെച്ചിട്ട് മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം. പഴങ്ങാണ്. ഇത് ഗൗരവമുള്ള സാധനമാണ്. എന്താ അവിടെ പറഞ്ഞേക്കുന്നേ? എൻ്റെ കഴിവ്, എൻ്റെ കൈ, എൻ്റെ ബലം നടന്നു എന്ന് പറയരുതെന്നല്ല, മനസ്സിൽ ചിന്തിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഇവിടെയാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. താഴും തോറും ഒഴുകി വരുന്ന ഒരു ദൈവകൃപ. താഴും തോറും ഞാൻ പറയാം, താഴുന്നവനെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല.
താണിരിക്കുന്നവനെ ഉടയ്ക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയല. ഹല്ലേലൂയ. അകത്തുന്നത ചിന്ത വരാതെ നാം സൂക്ഷിച്ചു കൊള്ളണം. ഇവിടെയാണ് ഇസ്രായേലിന് പരാജയം പറ്റിയത്. അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വരെയൊക്കെ വന്നു ശരിയാണ്, പക്ഷെ ഇനി ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ എന്തോ വേണം, രാജാക്കന്മാരെ വേണം. അങ്ങനെയാണ് രാജ്യഭരണം തുടങ്ങുന്നത്. പക്ഷേ രാജ്യഭരണം വരെ എങ്ങനായിരുന്നെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ് അവരെ നടത്തിയത്, മറ്റൊന്നുമല്ല. ഒരുവൻ ശത്രു എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ഒരുവന്റെ മേൽ വ്യാപരിക്കും, അവനെ തൊടും, അവനെ എഴുന്നേൽപ്പിക്കും, അവൻ ജയം പ്രാപിക്കും. അതാണ് ന്യായാധിപന്മാർ. മനുഷ്യൻ തെരഞ്ഞെടുത്തല്ല, പിന്നെ ആര് തെരഞ്ഞെടുത്ത? പ്രൈസലോ ദൈവമക്കളെ. അതുകൊണ്ടല്ലയോ ചില രാത്രിയിലൊക്കെ വന്ന് തട്ടി ഉണർത്തി, എന്നെ എത്രയോ പ്രാവശ്യം തട്ടി ഉണർത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തട്ടിയിട്ട് പറയും, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പറയും, എഴുന്നേറ്റ് 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി, വിടുതലങ്ങ് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ സാന്നിധ്യം. അങ്ങനെ എഴുന്നേൽപ്പിച്ച സമയം നിനക്കില്ലായിരുന്നോ? സമയമില്ലായിരുന്നോ? ഹല്ലേലൂയ. നിന്നെ തട്ടി ഉണർത്തിയ സമയമില്ലായിരുന്നോ? എന്നാൽ ഇന്ന് പകൽ വീണ്ടും ആ ഒരു കാലഘട്ടം ഓപ്പൺ ചെയ്യാൻ ഹല്ലേലൂയ ഗിദെയോനെയും ഹല്ലേലൂയ ദെബോരയെയും പ്രൈസലോ ശക്തന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ച് ഇസ്രായേലിന് ജയം കൊടുത്ത പോലെ നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ സഭയുടെ മേൽ ചില മിനിറ്റുകൾ നിന്നെ ഉണർത്തി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരാത്മ സാന്നിധ്യം. ഹല്ലേലൂയ. എന്നാൽ ഈ രാജഭരണം കയറിയപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഇവർക്ക് ഉണ്ടായ ഒരു അനുഭവം ആരംഭത്തിലൊക്കെ നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവര് ഹല്ലേലൂയ ഈ ഭരണത്തിനും നടത്തിപ്പിനും എന്ത് ചെയ്തു? പ്രഥമ സ്ഥാനം കൊടുത്തു. കൊട്ടാരം. ഹല്ലേലൂയ. ഇനിയും അവരാദ്യം ചെയ്തത് ആലയത്തിൻ്റെ വാതിൽ എന്ത് ചെയ്തു? കാരണം ആലയത്തിൽ യെരൂശലേമിലേക്ക് ജനം പോയാൽ കൈവിടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ബേഥേലിൽ ഒരു കാളക്കുട്ടയെ ഉണ്ടാക്കി. എന്നിട്ട് ജനത്തെ ആരാധനയുടെ ആലയത്തിൻ്റെ വാതിലങ്ങടച്ചു. ഇപ്പതാണ്ട് ആലയത്തിൻ്റെ വാതിലടഞ്ഞിരിക്കുക. ഖജനാവ് ഓക്കെയാണ്, കൊട്ടാരം ഓക്കെയാണ്, എല്ലാം മെച്ചമായി നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആലയം അടച്ചു. ഈ രഹബയാം മുതൽ ഇങ്ങോട്ട് ആലയമടച്ച ബന്ധനം. അപ്പൻ ആലയമടച്ചു, സെയിം മകൻ വരുമ്പോൾ ആലയമടയ്ക്കും. അങ്ങനെ 28-ാം അധ്യായം വരെ ആഹാസ് വരെ ആലയം എന്ത് ചെയ്തിരിക്കുക? അടച്ചിട്ടേക്കുക. ആലയം അടഞ്ഞു കിടക്കുക. ഈ കാര്യത്തെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയ ആളാണ് അബിയ. അതവിടെ എഴുതിയിട്ടുണ്ട്. 29-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സെക്കരിയാവിൻ്റെ മകളായിരുന്നു. ഇവൾക്ക് കൊട്ടാരം അറിയത്തില്ല, ഇവൾക്ക് എന്നാ അറിയാം? ആലയം അറിയാം. ഇന്ന് പകലിൽ ആലയത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ആരുടെയൊക്കെ മേലുണ്ടോ, ഞാൻ ധൈര്യമായി അവരെ നോക്കി പ്രവചിക്കുന്നു. നീ ഒരു സാധാപ്പെട്ട വ്യക്തിയല്ല. നിന്നിലൂടെ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ആലയത്തെ കുറിച്ചുള്ള വെളിപ്പാട്. അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്തെന്നറിയാമോ? ആകാശിന്റെ മുഖത്ത് നോക്കി അച്ഛാ ആലയം തുറക്കെന്ന് പറയാൻ പുള്ളിക്കാരിക്ക് പറ്റുകയല്ല. അങ്ങനെ പറഞ്ഞാൽ പോക്ക. അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ 2-നാലും ഇറങ്ങുകയാണ്. അതിനവൾ ചെയ്തൊരു വഴിയാണ്. അവളവിടെ പ്രാർത്ഥനാമുറി എന്ത് ചെയ്തു? തുറന്നിട്ട് അവൾ പ്രാർത്ഥനാമുറിയിൽ കയറി മുട്ടുമടക്കിയിട്ട് അവൾ പ്രാർത്ഥിച്ചു. അവൾ എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? കഴിഞ്ഞ വർഷങ്ങളായി ആലയം അടച്ചിടുന്ന ആരാധനയ്ക്ക് പ്രാധാന്യം നൽകാതെ ദൈവിക വെളിപ്പാട് നഷ്ടപ്പെടുത്തി മറ്റു പലതിനും പ്രാധാന്യം നൽകി ആലയത്തിന്റെ പ്രാധാന്യത്തെ കുറച്ചു കളഞ്ഞ ആ ബന്ധനമുണ്ടല്ലോ. ഹല്ലേലൂയ. യൊരേബയാം മുതൽ ഹല്ലേലൂയ കേറി ആകാശിൽ വന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ കണ്ടോ,
ഇങ്ങനെ കയറി വരും. എനിക്ക് ഓരോ അധ്യായവും പറഞ്ഞത് കണക്ട് ചെയ്യാനുണ്ട്. ഓരോ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. ആകാശ് വരെ വന്നു. ഇനിയും എവിടാ കയറേണ്ടതെന്നറിയാമോ? ഇനിയും തൻ്റെ ഉദരത്തിൽ ഒരു കൊച്ചു കിടപ്പുണ്ട്. അവൻ്റെ പേരാണ് ഹിസ്കിയാവ്. എഹസ്കിയാവെന്നും ഹിസ്കിയാവെന്നും പറയുന്നത്. അപ്പം ഇനിയും ബന്ധം എവിടാ കയറണ്ടേ? ആഹാസിന്ന് അവൾ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഇതുവരെ നടന്നത് നടക്കട്ടെ, ഇനിയും ആ ബന്ധനം എങ്ങോട്ട് കയറരുത്, ഇവൻ്റെ മേൽ കയറരുത്. അവിടെ അധികാരം വെച്ച് അവൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. പറഞ്ഞ മനസ്സിലായോ? ഇന്ന് പകൽ ചില അമ്മമാരോട് ഞാൻ പറയാം, ഒരു ഗർഭപാത്രം മാത്രമല്ല നിനക്ക് ദൈവം തന്നത്, ആ കുഞ്ഞിനെ നിയോഗിക്കാനുള്ള ഒരു പവർ പാത്രം, ഒരു പവർ പാത്രം, ഒരു പ്രാർത്ഥനയുടെ പാത്രം. ഈ അമ്മ പ്രാർത്ഥിച്ചു. എന്തോ പ്രാർത്ഥിച്ചേ? ഹല്ലേലൂയ, ഇനിയും ഇത് ഇങ്ങോട്ട് കേറരുത്. കേറിയോ? ഇല്ല. വായിച്ചു. അതൊന്ന് വായിച്ചു അങ്ങ് നിർത്തിയേക്കാം. ഹല്ലേലൂയ. 29 താഴോട്ടൊന്ന് വായിച്ചു. അവൻ തന്റെ അപ്പനായ ദാവീദ്. ഈ രാജാക്കന്മാരെന്ത് ചെയ്യുന്നറിയാമോ? രാജഭരണം ഏറ്റെടുക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം എടുത്തു വയ്ക്കും. ഇവൻ ഈ ദിനവൃത്താന്ത പുസ്തകം എടുത്തു വെച്ചപ്പോൾ ആഹാസിന്റെ അധ്യായം കണ്ടു. ഇവൻ നോക്കിയപ്പോൾ അത്ര ശരിയല്ല, ഒരു വെട്ടുകൊടുത്തു. ഇങ്ങനെ വെട്ടി ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? പുറകോട്ട് കയറി ചെന്നപ്പോൾ ജയിച്ചു നിൽക്കുന്ന ഒരു പുള്ളി. അവന്റെ പേരാണ് ദാവീദ്. അവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പുള്ളിക്ക് കൊട്ടാരം അറിയത്തില്ല, കാട്ടിലായിരുന്നു. അവിടുന്ന് പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടിരുത്തിയത്. പക്ഷെ പഞ്ഞിനൂൽ അങ്കി ധരിച്ചോണ്ട് ഹല്ലേലൂയ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഒരാരാധനയുടെ വെളിപ്പാട്, ഒരു പ്രാർത്ഥനയുടെ വെളിപ്പാട് വ്യാപരിക്കട്ടെ. എന്താ വ്യാപരിക്കേണ്ടത്? ആരാധനയുടെ വെളിപ്പാട് വ്യാപരിക്കട്ടെ, പ്രാർത്ഥനയുടെ വെളിപ്പാട് വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഇന്ന് പകൽ ചിലതിനെ ദൈവം നിയോഗിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയെ കെട്ടിയ പോരുകൾ, പ്രാർത്ഥന ലൈവിനെ ക്ഷീണിപ്പിച്ചത്, പ്രാർത്ഥന ലൈവിനെ ഉടച്ചത്. അതുകൊണ്ട് പുള്ളി ഒറ്റ കാര്യം പറഞ്ഞു, എന്റെ അപ്പൻ ആരാ? ദാവീദാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എന്താ പ്രസാദമുള്ളത് ചെയ്തെന്നറിയാമോ? അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം, ഹല്ലേലൂയ, അടച്ചിട്ട വാതിലുണ്ടല്ലോ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ബന്ധിച്ച് ദൈവജനത്തെ ഒതുക്കാൻ ചിലതിന്റെ ആരാധനയെ, പ്രാർത്ഥനയെ ബന്ധിച്ചടച്ചത്, ആ പകലിൽ അവൻ 1-ാം മാസം 1-ാം തീയതി അവൻ ആലയത്തിന്റെ അകത്തളത്തിലെ ആരാധനയെ കെട്ടി ചിലതിന്റെ പ്രാർത്ഥനയെ കെട്ടി തലമുറയ്ക്കെതിരെ എഴുന്നേറ്റു നിൽക്കുന്ന വല്ലാത്ത വ്യാപാരത്തെ ഇന്ന് പകൽ തകർക്കാൻ ഒരു പ്രാർത്ഥനയുടെ മണ്ഡലം. ശബാലഗസസ് അർഗനാജഗസസ് ഉഡമാറാച്ചിസ് കൈദരഗജസ് ഹൗഡബാ ബബോ 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 ഹാറസകസ് ഉഡലഗസൈറ്റസ്ക. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാനൊരു 2 മിനിറ്റ് ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചേ. 29 അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ ആരാധന യഥാസ്ഥാനത്തായി.
ഇങ്ങനെ യഹോവയുടെ ആലയത്തിൽ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിനൊരുക്കി കൊടുത്തതിൽ യെഹെസ്കേയാവും സകല ജനവും സന്തോഷിച്ചു. ഈ ആലയം എന്ന് പറയുമ്പോൾ കെട്ടിടം അല്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന കെട്ടിടവും അല്ല. ആലയം ഇതാ, എൻ്റെ ആലയം ഇതാ. എൻ്റെ ഈ ആലയം എപ്പോഴെഥാസ്ഥാനത്താകുമോ എന്നിട്ട് പറയുകയാണ്, യെഹെസ്കേയാവും സകല ജനവും എന്ത് ചെയ്തു? വേണ്ടേ 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 ഇറങ്ങും, സന്തോഷം ഇറങ്ങും. അതിനായിട്ട് ചില പ്രാർത്ഥനയുടെ വരം ഈ പകലിൽ കൈമാറാൻ പോവാ. എല്ലാ കണ്ണുകളും അടച്ചോ, എല്ലാ കണ്ണുകളും അടച്ചോ. ഹല്ലേലൂയ. പരാജയപ്പെട്ടവരെ നോക്കി സങ്കടപ്പെടണ്ട. അല്പനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക. പ്രാർത്ഥനയെ കെട്ടിയ വെല്ലുവിളി പകലിൽ അഴിയട്ടെ. ഹല്ലേലൂയ. ചില അമ്മമാരുടെ മേൽ പ്രാർത്ഥനയുടെ വരം ഇറങ്ങി വരട്ടെ. ചില അപ്പന്മാരുടെ മേൽ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഹല്ലേലൂയ അനുഗ്രഹം ഇറങ്ങി വരട്ടെ. ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ഈ തലമുറകൾ ആദരിക്കപ്പെടേണ്ടതിന്, ഈ തലമുറകൾ എഴുന്നേൽക്കേണ്ടതിന് ഇന്ന് പകലിൽ ഇതിനകത്ത് ചിലരുടെ മേൽ ഇത് ഇറങ്ങി വരട്ടെ. നിന്റെ പ്രാർത്ഥനയെ ഒതുക്കിയോ? നീ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയോ? നീ പ്രാർത്ഥനയിൽ ബലപ്പെടാൻ കഴിയാതെ പോയോ? മന്ദത വന്നോ? ഉറക്കം വന്നോ? ക്ഷീണം വന്നോ? ഇന്ന് പകൽ ആത്മാവത് അഴിക്കുകയോ? പരിശുദ്ധാത്മാവത് അഴിക്കുകയോ? ഓ, പ്രാർത്ഥിച്ചോ മക്കളെ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നിങ്ങളെ ഒരു ബ്ലെസ്സിംഗ് ആയി, നിങ്ങളെയൊക്കെ ഒരു ബ്ലെസ്സിംഗ് ആയി. ഓ ശബലബലബലബലബലശകമാന ഒരു വലിയ അനുഗ്രഹമായി ഇന്ന് മാറ്റുക. ഹല്ലേലൂയ. ചിലതിനെ പ്രാർത്ഥന ആയുധങ്ങളാക്കി മാറ്റുക. ചിലതിന്റെ മേൽ പ്രാർത്ഥനയുടെ ആത്മമണ്ഡലം തുറക്കുകയോ. ക്ഷീണിച്ചിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അബിയായെ പോലെ, അബിയായെ പോലെ, അബിയായെ പോലെ, അബിയായെ പോലെ ഇന്ന് പകൽ ചിലതിനെ എഴുന്നേൽപ്പിക്കുകയോ. ഒരു ഹന്നായുടെ മേൽ പകർന്നതുപോലെ, ഒരു ഹന്നായുടെ മേൽ പകർന്നതുപോലെ ഒരു പ്രാർത്ഥനയുടെ വീര്യം. തൊടുകർത്താവേ, തൊടുകർത്താവേ, ഇതിനകത്ത് ചിലതിനെ തൊടുകർത്താവേ, ഇതിനകത്ത് ചിലതിനെ തൊടുകർത്താവേ, ഇതിനകത്ത് ചിലതിനെ തൊടുകർത്താവേ. തൊടുകർത്താവേ. ഓ സഖാനാജികൾ തൊടട്ടെ, ആത്മാവ് തൊടട്ടെ, തൊടട്ടെ, തൊടട്ടെ. ഗ്ലോറി നിയോഗം പകരട്ടെ. ആത്മാവ് തൊടട്ടെ, തൊടട്ടെ, തൊടട്ടെ. ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്താം. ആരാധിച്ചു പോകുന്നതിനേക്കാൾ പക്ഷേ ഇതെൻ്റെ താല്പര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാറുണ്ട്, പലപ്പോഴും ഏകാഗ്രത പിടിക്കാൻ കഴിയുന്നില്ല. ഒരു വൃക്ഷമുലയുന്നത് പോലെ ഉലഞ്ഞു പോവുക, ഒരു കടൽ തിര പോലെ തിര പൊങ്ങി വരിക. ഹല്ലേലൂയ. എനിക്ക് ചിലതിലൊക്കെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഉണരുന്നുണ്ടെങ്കിലും എഴുന്നേൽക്കാനുള്ള ആരോഗ്യം വരുന്നില്ല. തലയ്ക്കെന്തോ ഒരു മന്ദത പോലെ. ഹല്ലേലൂയ. ഇരുന്നാൽ ഉറങ്ങി തൂങ്ങിപ്പോകുക.
ഉടകക്ഷാന വൈഡമാന എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു വല്ലാത്ത പ്രോബ്ലം എന്നെ അലട്ടുക, അങ്ങനെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ചില ശബ്ദം കേട്ട് എഴുന്നേറ്റവരാ, ചില വെളിപ്പാട് കണ്ട് പ്രാർത്ഥിച്ചവരാ, അറിയുന്നതിൽ പ്രാർത്ഥിച്ചു തുടങ്ങി അറിയാത്ത മേഖലയിലൂടെ യാത്ര ചെയ്തവരാ, കുഴഞ്ഞു നിൽക്കുന്നത് പോലെ, ഉലഞ്ഞു നിൽക്കുന്നത് പോലെ എവിടെയൊക്കെയോ പ്രാർത്ഥനയ്ക്ക് മങ്ങലേൽപ്പിച്ചത് ഇന്നു പകൽ ആ തലത്തിൽ വ്യാപരിച്ചു വരുന്ന ഈ ദേശത്തിന്റെ അധികാര മണ്ഡലത്തെ, ഈ ദേശത്തെ ചില ഇരുട്ടിന്റെ ശക്തികളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവസഭയുടെ മേൽ ആ ദൈവിക വിടുതൽ റിലീസ് ചെയ്യുക. കർത്താവ് വലിയവ ചെയ്യണമേ. ദൈവത്തിന്റെ നീതി വെളിപ്പെടും. ഇന്നു മുതൽ ചിലതിന്റെ പ്രാർത്ഥനയ്ക്ക് ചേഞ്ച് വരട്ടെ. അറിയാതെ ദൈവം ചിലത് കാട്ടുന്നത് പോലെ ചില ബന്ധങ്ങൾ, പുതിയ ബന്ധം, യേശുവുമായുള്ള ആ പുതിയ ശക്തിയുടെ മഹത്വം ചിലർ പ്രാർത്ഥനാ മുറിയിൽ സ്റ്റേറ്റ് ചെയ്യത്തക്കവണ്ണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ എളിയവനിൽ പകർന്ന അധികാരത്തോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. എനിക്ക് വേണ്ടുവോളം ശുശ്രൂഷയ്ക്ക് അവസരം തന്ന് ഈ 3 ദിനങ്ങളും 4 ദിനങ്ങളും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത ദൈവദാസനോടും കുടുംബത്തോടും മാത്രമല്ല ദൈവമക്കളോടുമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ച് തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കേട്ട വചനത്തിനു ഭാഗം നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ചില മേഖലകൾ